ഹായ് ഫ്രണ്ട്സ്, ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ വെബ് സീരീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് കാണാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഭോജ്പുരിയിൽ റിലീസായ ഒരു കിടിലൻ വെബ് സീരീസിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. സീരീസ് ആരംഭിക്കുമ്പോൾ ഒരു ചെറിയ വീട് കാണിക്കുന്നു. അവിടെ ഹീറോയിൻ ആ വീട്ടിലെ ജോലികൾ ചെയ്യുന്ന തിരക്കിലാണ്. ആ സമയം അകത്തുനിന്നും ഒരു ശബ്ദം അവൾ കേൾക്കുന്നു. വേഗം ഒന്ന് അകത്തേക്ക് വരാനായി അവളുടെ വയ്യാത്ത ഹസ്ബൻഡ് വിളിച്ചു പറയുന്നു. അടുപ്പിൽ തീ പടർന്ന് കത്തുന്നത് എഴുന്നേറ്റ് നോക്കാൻ കഴിയാതെ കിടക്കുന്ന അയാൾ വേഗം ഹീറോയിനെ വിളിക്കുന്നു. അവൾ ഓടി അകത്ത് കയറി അത് നോക്കി. പക്ഷെ അപ്പോഴേക്കും തീ പാത്രം വരെ കത്തിപ്പിടിച്ചു. അതൊക്കെ കണ്ട് ഹീറോയിനെ ആ വീട്ടിൽ ജോലികൾ ചെയ്ത് ആകെ മടുത്ത അവസ്ഥയിലാകുന്നു. ഈ കഷ്ടപ്പാട് പിടിച്ച ജീവിതം അവൾക്ക് തീരെ സഹിക്കാൻ പറ്റാതെയാകുന്നു. ശേഷം നിങ്ങൾ കിടന്നോളൂ, ഞാൻ തുണി നനച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഹീറോയിൻ ആറ്റിലേക്ക് പോകുന്നു. തുടർന്ന് ഹീറോയിൻ തുണികൾ കഴുകാനായി ആറ്റിലേക്ക് പോയി. ആ സമയം അവിടേക്ക് രണ്ടുപേർ വരുന്നു. അയാൾ ആ നാട്ടിലെ ജമീന്ദാറായിരുന്നു. കൂടെ അയാളുടെ വലം കൈയും ഉണ്ടായിരുന്നു. ഹീറോയിൻ്റെ നിൽപ്പും തുണികളും ഒക്കെ കാണുന്ന ജെമ്മിക്ക് അവളെ വല്ലാതങ്ങ് ഇഷ്ടപ്പെട്ടു. അയാൾ ഹീറോയിൻ്റെ സൗന്ദര്യത്തെ വർണ്ണിച്ച് സഹായിയോട് പറയുന്നു. ആ സമയം അയാളുടെ വലം കൈയായ പയ്യൻസ് ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിച്ച് നോക്കുന്നു. അവൻ ഹീറോയിൻ്റെ കാമുകനായിരുന്നു എന്ന് കാണിക്കുന്നു. അവർ പ്രണയിച്ച് നടന്ന ഒരു സംഗതിയെപ്പറ്റി അവൻ ഓർത്തെടുത്തു. ഒരു നാൾ കരിമ്പ് കാട്ടിൽ വെച്ച് അവർ നടത്തിയ ഒരു തകർപ്പൻ പരിപാടിയെക്കുറിച്ച് അവൻ ഓർക്കുന്നു. അന്ന് രാത്രി വരെ അവർ അവിടെ ചെയ്ത കാര്യങ്ങൾ പയ്യൻസ് മനസ്സിൽ ഓർക്കുന്നു. തുടർന്ന് ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞ് പ്രസൻറ്റിലേക്ക് എത്തുന്നു. ഇവൾ ആരാ എന്ന് ജമീൻ കാമുകനോട് ചോദിക്കുന്നു. ഇവൾ കാശിയുടെ ഭാര്യയാണെന്നും അവനിപ്പോൾ വയ്യാത്ത സ്ഥിതിയിലാണ്, ആളിപ്പോൾ കിടപ്പിലാണെന്നും അവൻ ആ ജമീനോട് പറയുന്നു. അങ്ങനെ ഇവർ ആ സംസാരിക്കുന്നത് ഹീറോയിൻ കേൾക്കാനിടയാകുന്നു. അതിനാൽ അധികം നേരം അവിടെ നിൽക്കാതെ ഹീറോയിൻ തിരികെ വീട്ടിലേക്ക് പോയി. പക്ഷേ അവർ ഹീറോയിനെ ഫോളോ ചെയ്ത് വീട് വരെ പോയ ശേഷം അവിടെ നിന്നും അവർ തിരിച്ചു നടന്നു. തുടർന്ന് രാത്രിയിൽ ഹീറോയിൻ നല്ല ഉറക്കമായിരുന്ന സമയം കാമുകൻ അവിടേക്ക് കയറി വന്നു. അവൻ ഹീറോയിൻ കിടക്കുന്നതിൻ്റെ ഒപ്പം വന്ന് കിടന്നു. പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കി അവൾ ആകെ ഷോക്കാകുന്നു. തൊട്ടപ്പുറത്ത് ഹസ്ബൻഡ് കിടന്ന് നല്ല ഉറക്കമായിരുന്നു. നീ എന്തായി ചെയ്യുന്നതെന്ന് ഹീറോയിൻ അവനോട് ചോദിച്ചു. പക്ഷേ അവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ വന്ന കാര്യങ്ങളിലേക്ക് കടക്കുന്നു. വേഗം തന്നെ അവൻ പരിപാടിയിലേക്ക് കടന്നു. ശേഷം അവർക്കിടയിൽ അവിടെ ഒരു തകർപ്പൻ പരിപാടി നടക്കുന്നു. പക്ഷേ ഹസ്ബൻഡ് പെട്ടെന്ന് ഉണരുന്നു. അത് കണ്ട് പേടിച്ച അവൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനായി നോക്കി. എന്നാൽ അവൻ ഓടിയതിനിടയിൽ ഒരു ഗ്ലാസ് തട്ടി താഴെ വീഴുന്നു. പക്ഷേ പൂച്ചയുടെ മേൽ പഴിയിട്ട് ഹീറോയിൻ ഹസ്ബൻഡിൽ നിന്നും അന്ന് രക്ഷപ്പെട്ടു. അടുത്ത ദിവസം ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് ഹീറോയിൻ ആ ജമീന്ദാറിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ ആ സമയം ഹീറോയിൻ്റെ കാമുകനും ഉണ്ടായിരുന്നു. ഹീറോയിൻ അവിടെ പോയത് അയാളോട് ഒരു സഹായം ചോദിക്കാനായിരുന്നു. വീട്ടിൽ തനിക്ക് തീരെ കഷ്ടപ്പാടായതിനാൽ അയാളോട് ഹീറോയിൻ കുറച്ച് കാശ് കടമായി ചോദിച്ചു. എന്നാൽ നിന്റെ ഹസ്ബൻഡ് നേരത്തെ തന്നെ വാങ്ങിച്ച തുക പോലും ഇതുവരെ തന്നു തീർത്തിട്ടില്ല, നീ ഇനിയും കാശ് ചോദിച്ചാൽ എങ്ങനെയാ തരിക എന്ന് അയാൾ പറയുന്നു. എന്നാൽ എന്ത് ജോലി തന്നാലും ചെയ്ത് കടം വീട്ടിക്കോളാമെന്ന് ഹീറോയിൻ അയാളോട് പറയുന്നു. തൽക്കാലം തനിക്ക് ആവശ്യമായ കാശുടനെ തരാനും ജോലി ചെയ്ത് വീട്ടാമെന്നും അവൾ അയാൾക്ക് ഉറപ്പ് കൊടുത്തു. തുടർന്ന് ഹീറോയിൻ്റെ കാമുകനെ പുറത്തേക്ക് പോകാനും വിളിക്കുമ്പോൾ വന്നാൽ മതിയെന്നും പറഞ്ഞ് അയാൾ പറഞ്ഞു വിട്ടു. നിനക്ക് ഞാൻ ഒരു ജോലി തരാൻ ഞാൻ പറയുമ്പോൾ നീ അത് വന്ന് ചെയ്താൽ മതിയെന്ന് അയാൾ ആ സമയം ഹീറോയിനോട് പറഞ്ഞു. ശേഷം ആവശ്യമുള്ളത് കൊടുത്ത ശേഷം അയാൾ ഹീറോയിനെ പറഞ്ഞയച്ചു. തുടർന്ന് രാത്രിയിൽ ഹീറോയിൻ വല്ലാത്ത ഒരു വികാരാവസ്ഥയിലായിരുന്നു. അന്ന് വേറെ വഴിയില്ലാതെ അവൾ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോയി ഒരു പരിപാടി നടത്താൻ നോക്കി. പക്ഷേ അയാൾക്ക് തീരെ വയ്യാത്തതിനാൽ ഹീറോയിൻ ഉദ്ദേശിച്ച പോലെ ഒന്നും നടക്കുന്നില്ല. ശേഷം ടെൻഷനായ ഹീറോയിൻ കൈപ്പണികൾ നടത്തി തൃപ്തി കണ്ടെത്തുന്നു. അങ്ങനെ അടുത്ത ദിവസം ഹീറോയിൻ ആ ജമീനിൻ്റെ വീട്ടിലേക്ക് പോയി. അന്നത്തെ ദിവസം അയാളുടെ വഴിക്ക് ഹീറോയിനെ കൊണ്ടുവന്ന ശേഷം അവിടെ വെച്ച് അവർ ഒന്നിച്ച് പല പരിപാടികളും ചെയ്യുന്നു. അതിനുശേഷം ഹീറോയിന് ആവശ്യമായ പണം അയാൾ കൊടുക്കുന്നു. ആ സംഗതിയിൽ അവൾക്ക് വല്ലാത്ത തൃപ്തി കിട്ടിയെന്നും അവൾ അയാളോട് പറഞ്ഞു. തുടർന്ന് അടുത്ത ദിവസം ഹീറോയിൻ അവിടുത്തെ പുറംജോലികൾ ചെയ്യുവാനായി മറ്റൊരു ചേച്ചിക്കൊപ്പം കൂടുന്നു. അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ആ ചേച്ചി നീ എത്രയാ വാങ്ങിയതെന്ന് ഹീറോയിനോട് ചോദിച്ചു. അത് കേട്ട് ആദ്യമൊന്ന് പിടികിട്ടാതെ ഇരുന്ന ഹീറോയിനെ പിന്നീട് ജമീൻ എത്ര കാശ് തന്നു എന്നാണ് അവൾ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി. അത് കേട്ട് ഹീറോയിനും ആ ചേച്ചിയും ചിരിക്കുന്നു. ആ സമയം ഹീറോയിൻ്റെ കാമുകൻ അവിടേക്ക് വന്ന് ഹീറോയിൻ്റെ അടുത്തു നിന്നും ആ ചേച്ചിയെ തന്ത്രത്തിൽ പറഞ്ഞയച്ചു. ശേഷം അവർ അവിടെയുള്ള ഒരു റൂമിലേക്ക് കയറി പരിപാടികൾ ചെയ്യുന്നു. ജമീൻ അവിടെ ഇല്ലാതിരുന്ന തക്കം നോക്കി അവർ മതിയാവോളം ആസ്വദിച്ചു. അതോടെ ഈ സീരീസ് അവസാനിക്കുകയാണ്. സീരീസിൻ്റെ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എപ്പിസോഡ് കാണാനായി ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യൂ. കൂടാതെ വീഡിയോസ് കാണാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.